2026 വേൾഡ് കപ്പ് ഫൈനൽ 90 മിനിറ്റ് അവസാനിച്ചിരുന്നു. പക്ഷെ ഗ്രൗണ്ടിലെ യുദ്ധം അവസാനിച്ചിരുന്നില്ല. ആ നിമിഷം ഒരുപാട് ആരാധകർ ഒരു കാര്യം പറഞ്ഞു: ഇവിടെ ഒരാളില്ല. കാരണം ചരിത്രം ഒരിക്കലും സമാധാനത്തിൽ എഴുതപ്പെടില്ല. ഓരോ വലിയ സാമ്രാജ്യത്തിന്റെ മുന്നിൽ ഒരു പോരാളി ഉണ്ടായിരുന്നു. റിയൽ മെഡ്രിഡിനും സ്പെയിനിനും ഒരു പോരാളിയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അത് സാക്ഷാൽ സെർജിയോ റാമോസ് എന്നായിരുന്നു. റാമോസിന്റെ ഇൻസ്പയറിംഗ് സ്റ്റോറി കേൾക്കുന്നതിന് മുമ്പായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നുപോലെ. ലോകം റാമോസിനെ റെഡ് കാർഡ് കൊണ്ട് ഓർത്തു. എന്നാൽ ഒപ്പോണൻസ് റാമോസിനെ ഓർത്തത് ഒരു പേടി സ്വപ്നമായിട്ടായിരുന്നു. റാമോസിന്റെ കാര്യത്തിൽ ഒരു കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല: പ്രഷർ വന്നാൽ റിയൽ മെഡ്രിഡ് ആദ്യം നോക്കുന്നത് റാമോസിനെ ആയിരുന്നു. കാരണം റാമോസ് ഒരു ഡിഫൻഡർ മാത്രമല്ലായിരുന്നു, റാമോസ് ഒരു ടീമിന്റെ ധൈര്യമായിരുന്നു. ടീമേറ്റ് വീണാൽ ആദ്യം ഓടിയെത്തുന്നത് റാമോസ് ആണ്. പ്രഷർ വന്നാൽ റാമോസ് ഒരിക്കലും പിന്നോട്ട് പോകുകയുമില്ല. സ്കോർ എന്തായാലും അവസാന വിസിൽ മുഴങ്ങും വരെ യുദ്ധം തീരില്ല. അതുകൊണ്ടാണ് ഈ ലോകം റാമോസിനെ വെറും ഡിഫൻഡറായി കണ്ടില്ല, ഒരു പോരാളിയായി കണ്ടു. ക്യാപ്റ്റൻ എന്ന് പറയപ്പെടുന്നത് വെറും ബാൻഡ് ധരിക്കുന്നവനല്ല, ടീം തളരുമ്പോൾ ആദ്യം മുന്നിൽ നിൽക്കുന്നവനാണ്. ലോകം വില്ലൻ എന്ന് വിളിച്ചപ്പോഴും റിയൽ മെഡ്രിഡ് ക്യാപ്റ്റൻ എന്ന് വിളിച്ചു. കാരണം റെസ്പെക്ട് ചോദിച്ചു വാങ്ങാൻ പറ്റില്ല, കളിച്ച് നേടേണ്ടതാണ്. ഗോൾസ് അടിക്കുന്നവർ ഒരുപാട് വരും, സ്കില്ലുള്ളവർ ഒരുപാട് വരും. എന്നാൽ ഞാനുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്കാവില്ല എന്ന വിശ്വാസം ടീമിന് നൽകുന്നവർ വളരെ കുറവാണ്.